കോൺഗ്രസ്സുകാരും RSSകാരും എന്നൊക്കെ പറയുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ടും ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് RSS ഒന്നും ചെയ്തില്ല എന്നാണല്ലോ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ RSS അംഗീകരിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരം അടിച്ചമർത്തണമെന്ന് ആവശ്യപ്പെട്ട് ശ്യാമപ്രസാദ് മുഖർജി വൈസ്രോയിക്ക് കത്തയച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർ സമര കാലഘട്ടത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നത് RSSന്റെ ഡൽഹി സംഘചാലക് ആയിട്ടുള്ള ഹൻസ്രാജ് ഗുപ്തയുടെ വീട്ടിലാണ്. അതുപോലെ തന്നെ അച്യുത് പട്വർദ്ധൻ, സാനെ ഗുരുജി എന്നിവർ പൂനെയിലെ RSS സംഘചാലകായിട്ടുള്ള ബാബു സാഹേബ് ദേശ്മുഖിന്റെ വീട്ടിലാണ് ഒളിച്ചു താമസിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാരും RSSകാരും എന്നൊക്കെ പറയുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ടും ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് RSS ഒന്നും ചെയ്തില്ല എന്നാണല്ലോ. RSSന്റെ പ്രവർത്തകർ വെടിയേറ്റ് വീണ ആൾക്കാരുടെ പേരും വസ്തുതകളും ഞാൻ പറയാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വെടിയേറ്റ് വീണ ഉമാകാന്ത് കാദിയ അഹമ്മദാബാദില് RSSന്റെ സ്വയം സേവകനാണ്. റെയിൽവേ തടഞ്ഞതിന്റെ പേരിൽ 19ാമത്തെ വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമര സേനാനിയായിട്ടുള്ള ഹേമു കല്യാണി സിന്ധുകാരനാണ്. അദ്ദേഹത്തെ പോലീസ് വെടിവെച്ച് കൊല്ലുക ചെയ്തത്. അതുപോലെ തന്നെ ചിമൂർ അഷ്ടി RSSകാരനാണ്. ദേശീയ പതാക ഉയർത്തിയതിന്റെ പോലീസ് വെടിവെപ്പിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. ഇപ്പോ ബ്രിട്ടീഷ് ഭരണം മാറിയാൽ അടുത്തത് ഹിന്ദുവിന്റെ ഭരണം വരുമോ? ഇല്ലല്ലോ. അപ്പോൾ മുസ്ലിം പറയും അവന്റെ ഭരണമെന്ന്, ക്രിസ്ത്യാനി പറയും അവന്റെ ഭരണമെന്ന്, അത് നിന്റെ ഭരണമാകുമോ എന്ന് ഒരാളോട് ചോദിച്ച കഥ ഗുരുജി ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ RSS അംഗീകരിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരം അടിച്ചമർത്തണമെന്ന് ആവശ്യപ്പെട്ട് ശ്യാമപ്രസാദ് മുഖർജി വൈസ്രോയിക്ക് കത്തയച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഹെഡ്ഗേവാർ ഡോക്ടർജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന സമരഭടന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നും ഗുരുജി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ ആരും ചരിത്രകാരന്മാരോ മാധ്യമ പ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ ഒന്നും എഴുതിയതല്ല. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോഴും നിങ്ങൾ മലയാളത്തിലടക്കം അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ചരിത്രം ആകാതിരിക്കില്ലല്ലോ.